ഡിയർ സ്റ്റുഡൻസ്, ഞാൻ അബ്ദുൽ സലാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ സെർവർ ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ചാപ്റ്റർ 7 ഇൻ IT ലിറ്ററസി ഓഫ് സെക്കൻഡ് ഇയർ എംപ്ലോയബിലിറ്റി സ്കിൽസ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 194 ആണ്. ഇപ്പോൾ ക്ലൗഡ് എന്ന വാക്ക് നമുക്ക് സുപരിചിതമാണ്. മഴമേഘങ്ങൾക്കാണ് ക്ലൗഡ് എന്ന് പറയുന്നത്. അപ്പം പ്ലെൻറ്റി ഓഫ് വാട്ടർ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അത് ഒരു മേഘങ്ങളാണ് മഴയായിട്ട് പെയ്യുന്നത്. അത് ഇപ്പോൾ ഈ വാക്ക് ഇവിടെ കമ്പ്യൂട്ടറുമായിട്ട് കൊടുക്കാനുള്ള കാരണം ഇൻഫർമേഷൻ ധാരാളമായിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ള സെർവറുകൾ ധാരാളമായിട്ട് സ്റ്റോർ ചെയ്യുന്നതിനാണ് ക്ലൗഡിംഗ് എന്ന് പറയുക. നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. വാട്ട് ഈസ് എ സെർവർ? A server is a computer that provides data to other computers. മറ്റുള്ള കമ്പ്യൂട്ടേഴ്സിന് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറാണ് സെർവർ എന്ന് പറയുന്നത്. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഒരു വലിയ കമ്പ്യൂട്ടറിൽ, ഒരു മാസ്റ്റർ കമ്പ്യൂട്ടറിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ട് ആ സെർവറിൽ നിന്നാണ് ഇൻഫർമേഷൻ ഡാറ്റ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കാലാവസ്ഥയിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ സെർവറിന് ഡാറ്റ കിട്ടാൻ പ്രയാസം വരും. അപ്പോൾ നമുക്ക് ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ സെർവർ പ്രോബ്ലം എന്ന് പറഞ്ഞ് കാണിക്കും. ഇത് നമുക്ക് ഒരുപാട് സമയം ഉണ്ടാകും, ഇൻഫർമേഷൻ കറക്റ്റ് സമയത്ത് കിട്ടില്ല. അങ്ങനെയൊക്കെയായിരുന്നു ഇൻ്റർനെറ്റിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈ പ്രോബ്ലം മറികടക്കാൻ വേണ്ടിയിട്ടാണ് ക്ലൗഡിംഗ് സെറ്റപ്പ് തുടങ്ങിയത്. അപ്പം ഓരോ വലിയ കമ്പനികളും സെർവർ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കും, ഒരു നാച്ചുറൽ കലാമിറ്റീസും പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ. പിന്നെ ആ കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റ എടുക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. അതാണ് ഈ കൺസെപ്റ്റ് വരാൻ കാരണം. A server can serve data to systems on a local area network (LAN) or a wide area network (WAN) over the internet. Many types of servers exist, including web server, mail server and file server. Web server, mail server, file server എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെർവേഴ്സ് ഉണ്ട്. ഓരോ പർട്ടിക്കുലർ ഇൻറ്റൻഷൻ ആണ് ഓരോ സെർവറും സേവ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ്. ഈച്ച് ടൈപ്പ് റൺസ് സോഫ്റ്റ്വെയർ സ്പെസിഫിക് ടു ദ പർപ്പസ് ഓഫ് ദ സെർവർ. ഇപ്പോൾ ഫയൽ സെർവർ ആണെങ്കിൽ ഫയലുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന മാത്രമാണ് അതുണ്ടാവുക. മെയിലാണെങ്കിൽ മെയിലുമായിട്ട് ബന്ധപ്പെട്ടത്, വെബ് ആണെങ്കിൽ വെബ്. വൈൽ സെർവേഴ്സ് ക്യാൻ റൺ ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ ഹാർഡ്വെയർ ഈസ് സഫിഷ്യൻറ്റ് ടു സപ്പോർട്ട് ദ ഡിമാൻഡ്സ് ഓഫ് ദ സെർവർ. അപ്പോൾ ഹാർഡ്വെയർ നല്ല സഫീഷ്യൻ്റ് ആയിട്ടുള്ള കപ്പാസിറ്റി വേണം. ഫോർ ഇൻസ്റ്റൻസ്, എ വെബ് സെർവർ ദാറ്റ് റൺസ് ലോട്ട് ഓഫ് വെബ് സ്ക്രിപ്റ്റ്സ് ഇൻ റിയൽ ടൈം ഷുഡ് ഹാവ് എ ഫാസ്റ്റ് പ്രൊസസ്സർ ആൻഡ് ഇനഫ് റാം ടു ഹാൻഡിൽ ദ ലോഡ് വിത്തൗട്ട് സ്ലോയിങ് ഡൗൺ. ഇപ്പോൾ ധാരാളം വെബ് സ്ക്രിപ്റ്റ്സ് ഉള്ള ഒരു സെർവർ ആണെങ്കിൽ അതിന് ഡാറ്റ പ്രോസസ്സർ വളരെ കപ്പാസിറ്റി കൂടിയതായിരിക്കണം. അപ്പോൾ അതിനാവശ്യമുള്ള റാം കപ്പാസിറ്റിയും വേണം. കാരണം കമ്പ്യൂട്ടർ സ്ലോ ഡൗൺ ആയി പോകാൻ പാടില്ല. വേൾഡിലെ എല്ലാ സ്ഥലത്തും ഒരേ സമയത്ത് ഇൻഫർമേഷൻ ചോദിക്കുന്നതാണ്. എ ഫയൽ സെർവർ ഷുഡ് ഹാവ് 1 or more ഫാസ്റ്റ് ഹാർഡ് ഡ്രൈവ്സ് ദാറ്റ് ക്യാൻ റീഡ് ആൻഡ് റൈറ്റ് ഡാറ്റ ക്വിക്ക്ലി. റിഗാർഡ്ലെസ് ടു ദ ടൈപ്പ് ഓഫ് സെർവർ, എ ഫാസ്റ്റ് നെറ്റ്വർക്ക് കണക്ടർ ഈസ് ക്രിറ്റിക്കൽ സിൻസ് ഓൾ ഡാറ്റ ഫ്ലോസ് ത്രൂ ദാറ്റ് കണക്ഷൻ. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് സെറ്റപ്പും ഉണ്ടായിരിക്കണം ഒരു സെർവറിന്. ക്ലൗഡ് കമ്പ്യൂട്ടർ എന്താണെന്ന് നോക്കാം. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് റിഫേഴ്സ് ടു ആപ്ലിക്കേഷൻസ് ആൻഡ് സർവീസസ് ഓഫേർഡ് ഓവർ ദ ഇൻ്റർനെറ്റ്. അപ്പോൾ ഇൻ്റർനെറ്റിൽ ഓഫർ ചെയ്യുന്ന സെർവറിനെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ആപ്പുകളാണത്. ദീസ് സർവീസസ് ആർ ഓഫേർഡ് ഫ്രം ഡാറ്റാ സെൻറ്റേഴ്സ് ഓൾ ഓവർ ദ വേൾഡ് വിച്ച് കളക്റ്റീവ്ലി ആർ റെഫേർഡ് ടു ആസ് ദ ക്ലൗഡ്. അതാണ് ഡാറ്റ, എല്ലാ ഡാറ്റയും കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് അതിന് ക്ലൗഡ് എന്ന് വിളിക്കുന്നത്. The metaphor represents the intangible yet universal nature of the internet. Intangible എന്ന് വെച്ചാൽ you cannot see and touch. Tangible എന്ന് വെച്ചാൽ that you can touch. അതിനാണ് ടാഞ്ചിബിൾ എന്ന് പറയുന്നത്. അത് യൂണിവേഴ്സ് എന്ന് വെച്ചാൽ ഓൾ ഓവർ ദി വേൾഡ് ആണ്. The idea of the cloud simplifies the many network connections and computer systems involved in online services. In fact, many network diagrams use the image of a cloud to represent the internet.
This symbolizes the Internet's broad reach while simplifying its complexity. Any user with an internet connection can access the cloud and the services it provides. അപ്പം ഏത് ഇൻ്റർനെറ്റ് യൂസർക്കും ഈ ക്ലൗഡിലേക്ക് ആക്സസ് ഉണ്ടാവും. അപ്പം ഇൻ്ററപ്ഷൻ ഇല്ലാത്ത രീതിയിൽ ഫാസ്റ്റായിട്ട് നമുക്ക് വെബ് ബ്രൗസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ക്ലൗഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്. ഇതൊരു പിക്ചറിലായിട്ട് കാണിച്ചിട്ടുണ്ട് ക്ലൗഡ് കമ്പ്യൂട്ടിങ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം ഒരു സെർവർ, ഏറ്റവും മേലെ ഒരു സെർവർ കാണുന്നുണ്ട്. ഈ സെർവറിനെ കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസസ് ആണ് ലെഫ്റ്റ് സൈഡിൽ ലാപ്ടോപ്സ്, റൈറ്റ് സൈഡിൽ ഡെസ്ക്ടോപ്പ്, പിന്നെ താഴെ ഫോണ്, ടാബ്ലറ്റ്. അപ്പോൾ ഈ സെർവറിൽ നിന്ന് തന്നെയാണ് ലോകമെമ്പാടുമുള്ള ലാപ്ടോപ്സ്, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്, സ്മാർട്ട് ഫോൺസ്, ടാബ്ലറ്റ് PC ഇതെല്ലാം തന്നെ ഇൻഫർമേഷൻ എടുക്കുന്നത്, ഡാറ്റ എടുക്കുന്നത്. അപ്പം നോക്കൂ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ, മോണിറ്ററിങ്, കണ്ടൻറ്റ്, കൊളാബറേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഫിനാൻസ്, പിന്നെ അതിൻ്റെ പ്ലാറ്റ്ഫോംസാണ് ഒബ്ജക്റ്റ് സ്റ്റോറേജ്, ഐഡൻറ്റിറ്റി, റൺ ടൈം, ക്യൂ, ഡാറ്റാബേസ്. പിന്നെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഒരു കമ്പ്യൂട്ടർ വേണം, ബ്ലോക്ക് സ്റ്റോറേജ് വേണം, നെറ്റ്വർക്ക് സെറ്റപ്പ് വേണം. അതാണ് ഇൻഫ്രാസ്ട്രക്ചർ. അതാണ് ബ്രീഫായിട്ട് ആ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്. ഇനിയും എവരിഡേ ക്ലൗഡ് കമ്പ്യൂട്ടിങ്. എവരിഡേ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരം യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. തിങ്ക് ഓഫ് ദ ക്ലൗഡ് ആസ് എ ഡെസ്ക് ഡ്രൈവ് ദാറ്റ് ഈസ് ഓൺഡ് ബൈ എ കമ്പനി ലൈക്ക് ഗൂഗിൾ ഓർ ആപ്പിൾ വിച്ച് സ്റ്റോർസ് ഓൾ ഓഫ് യുവർ ഫയൽസ് ഇൻ എ റിമോട്ട് ലൊക്കേഷൻ, ടിപ്പിക്കലി അറ്റ് എ സെർവർ ഫാം. ഇപ്പം ഒരു കമ്പനി ഓൺ ചെയ്തിട്ടുള്ള ഒരു ഗൂഗിൾ അല്ലെങ്കിൽ ആപ്പിൾ കമ്പനി ഓൺ ചെയ്തിട്ടുള്ള ഒരു ഡിസ്ക് ഡ്രൈവ്, ക്ലൗഡ് ഡിസ്ക് ഡ്രൈവിൽ ഏത് റിമോട്ട് മീൻസ് ഡിസ്റ്റൻറ്റ് ലൊക്കേഷനിൽ നിന്നും ഈ നെറ്റ്വർക്കിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. ദ ക്ലൗഡ് മേക്സ് ഇറ്റ് പോസിബിൾ ടു ആക്സസ് ഫോട്ടോസ്, വീഡിയോസ് ഓർ ഡോക്യുമെൻറ്റ്സ് ഫ്രം എനി കമ്പ്യൂട്ടർ വിത്ത് ആൻ ഇൻ്റർനെറ്റ് കണക്ഷൻ. ഒരു ഇൻ്റർനെറ്റ് കണക്ഷനിൽ ഏത് കമ്പ്യൂട്ടറിൽ നിന്നും ഈ ക്ലൗഡിൽ നിന്നും നമുക്ക് ആക്സസ് ഉണ്ടാവും. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഡോക്യുമെൻറ്റ്സ് എല്ലാം സ്റ്റോർ ചെയ്തെടുക്കാൻ കഴിയും. മെനി ഓഫ് us യൂസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എവറി ഡേ with sites like Facebook, Netflix or Gmail. അപ്പോൾ ഇതെല്ലാം തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ചെയ്യാം. ഫേസ്ബുക്കിൽ നിന്നും നെറ്റ്ഫ്ലിക്സൊക്കെ നമുക്ക് എടുക്കാൻ കഴിയും. ഇപ്പോൾ ഫേസ്ബുക്കിനൊരു ക്ലൗഡ് ഉണ്ടാവും. ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ആർ സ്റ്റോർഡ് ഓൺ ഫേസ്ബുക്ക് സെർവേഴ്സ് വിച്ച് ആർ റിട്രീവ്ഡ് ഫ്രം എനി കമ്പ്യൂട്ടർ വിത്ത് ആൻ ഇൻ്റർനെറ്റ് കണക്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്കിലേക്ക് ഒരു ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ, അത് ഫേസ്ബുക്കിൻ്റെ ക്ലൗഡിലാണ് പോയി സ്റ്റോർ ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളൊരു യൂട്യൂബിലേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്, അത് യൂട്യൂബിൻ്റെ ക്ലൗഡിലാണ് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യപ്പെടുന്നത്. പിന്നീട് നമുക്ക് ആർക്കും അത് അവിടെ നിന്നാണ് റിട്രീവ് ചെയ്തെടുക്കുന്നത്, ആ സെർവറിൽ നിന്ന്. വി ക്യാൻ സ്റ്റോർ ഡോക്യുമെൻറ്റ്സ്, ഫോട്ടോസ്, വീഡിയോസ് ഓൺലൈൻ വിത്ത് സർവീസസ് ലൈക്ക് ഗൂഗിൾ ഡ്രൈവ്, മൈക്രോസോഫ്റ്റ് സ്കൈ ഡ്രൈവ് ഓർ ആമസോൺ ക്ലൗഡ് ഡ്രൈവ്. മൈക്രോസോഫ്റ്റിൻ്റെ ഡ്രൈവ് അല്ലെങ്കിൽ ആമസോൺ അല്ലെങ്കിൽ ഗൂഗിൾ, ഇതിൻ്റെ എല്ലാം ക്ലൗഡിൽ നിന്ന് നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സും ഫോട്ടോസും വീഡിയോസും എല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. ഗോയിങ് എ സ്റ്റെപ്പ് ഫർദർ, കുറച്ചും കൂടി മുൻപോട്ട് പോയാൽ ആപ്പിൾസ് iCloud, ഡ്രോപ്പ് ബോക്സ് ആൻഡ് ഗൂഗിൾ ഡ്രൈവ് ആക്ച്വലി സിങ്ക്രണൈസ് ഫയൽസ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾസ് ഡിവൈസസ് ആൻഡ് ദ ക്ലൗഡ്. ഇത് കുറച്ചും കൂടി അഡ്വാൻറ്റേജസ് കുറച്ചും കൂടി കടത്തി പറഞ്ഞാൽ ആപ്പിൾ ക്ലൗഡ്, ഡ്രോപ്പ് ബോക്സ്, iCloud, ഗൂഗിൾ ഡ്രൈവ്, ഇതിൽ നിന്നെല്ലാം തന്നെ സിങ്ക്രണൈസ് ചെയ്ത് ഒരേ സമയത്ത് തന്നെ സിങ്ക്രണൈസ് ചെയ്തെടുക്കാൻ കഴിയും. ചൂസ് എ പാർട്ട്ണർ ആൻഡ് ഡിസ്കസ് ഹൗ ദ ഫോട്ടോസ് അപ്ലോഡഡ് ഓൺ ഫേസ്ബുക്ക് ഫയൽസ് അറ്റാച്ച്ഡ് ഇൻ ഇമെയിൽസ് ആർ ആക്സസിബിൾ എനിവർ ഇൻ ദ വേൾഡ് അറ്റ് എനി ടൈം. ഇനി രണ്ട് ടൈപ്പ് ക്ലൗഡ് ഉണ്ട്, പബ്ലിക് വേഴ്സസ് പ്രൈവറ്റ്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണ് പബ്ലിക്കും പ്രൈവറ്റും ആയിട്ടുള്ളത്? പബ്ലിക് എന്ന് വെച്ചാൽ പൊതുവായിട്ടുള്ളതിനാണ് പബ്ലിക് എന്ന് പറയുന്നത് അല്ലേ. പ്രൈവറ്റ് എന്ന് വെച്ചാൽ സ്വകാര്യമായിട്ടുള്ളതാണ് അല്ലേ. അപ്പം എന്താണ് ഡിഫറൻസ് എന്ന് വെച്ചാൽ ലോകത്തിൽ ആർക്കും എല്ലാ കാര്യങ്ങളും പബ്ലിക്കായിട്ടുള്ള എന്ന് വെച്ചാൽ വിവരങ്ങൾ ആർക്കും അറിയാം, രഹസ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. അതിനാണ് പബ്ലിക് ക്ലൗഡിംഗ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്വകാര്യതയുള്ളതാണ്. എന്ന് വെച്ചാൽ ചില കമ്പനികൾക്ക്, ചില IT കമ്പനികൾക്ക് ചില പ്രത്യേക പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇൻഫർമേഷൻ സ്വകാര്യമായിരിക്കും. ഉദാഹരണമായിട്ട് ഒരു ബാങ്കിൻ്റെ കാര്യമാണെന്ന് വിചാരിച്ചു, അപ്പോൾ അതെല്ലാ കാര്യങ്ങളും പബ്ലിക് ആക്കാനുള്ളതല്ല. അപ്പോൾ അതേപോലെ തന്നെ ചില പർട്ടിക്കുലർ കമ്പനികൾക്ക് അവരുടെ ഇൻഫർമേഷൻസ് പ്രൈവറ്റായിട്ട് സൂക്ഷിക്കേണ്ടി വരും, അതെല്ലാവർക്കും ആക്സസ് ചെയ്യാൻ കഴിയരുത്. അതാണ് പ്രൈവറ്റ് എന്ന് പറഞ്ഞ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ റിഫറൻസ് ഞാൻ പറയാം. പബ്ലിക്ലി ഷെയർഡ് വിഷ്വലൈസ്ഡ് റിസോഴ്സസ് എന്ന് വെച്ചാൽ ആർക്കും എവിടെ നിന്നും എടുക്കാം, എനിബഡി, ഇപ്പോൾ സ്വകാര്യതയില്ല.
സപ്പോർട്ട്സ് മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സ്, ലോകത്തിലെ എല്ലാ കസ്റ്റമേഴ്സിനും ഒരേ സമയം സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട്സ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, സൂട്ടഡ് ഫോർ ലെസ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. അതാണ് കോൺഫിഡൻഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വകാര്യമായിട്ടുള്ള, അപ്പോൾ സ്വകാര്യ രഹസ്യ സ്വഭാവമുള്ളതിനാണ് കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്നത്. ഇപ്പോൾ കോൺഫിഡൻഷ്യൽ അല്ലാത്ത കാര്യങ്ങൾക്കാണ് പബ്ലിക് ക്ലൗഡ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. പക്ഷേ പ്രൈവറ്റ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ്ലി ഷെയർഡ് വിഷ്വലൈസ്ഡ് റിസോഴ്സസ്, അത് എല്ലാവർക്കും ഒന്നും കിട്ടില്ല, ആ പർട്ടിക്കുലർ കമ്പനികൾക്ക് അത് റിലേറ്റ് ചെയ്തിട്ടുള്ളതിന് മാത്രം. ക്ലസ്റ്റർ ഓഫ് ഡെഡിക്കേറ്റഡ് കസ്റ്റമേഴ്സ്, അപ്പോൾ ഡെഡിക്കേറ്റഡ് കസ്റ്റമർ ആയിരിക്കണം, കാരണം ഇൻഫർമേഷൻസ് പുറത്തു പോകാൻ പാടില്ല. കണക്ടിവിറ്റി ഓവർ ഇൻ്റർനെറ്റ്, ഫൈബർ ആൻഡ് പ്രൈവറ്റ് നെറ്റ്വർക്ക്, സൂട്ടഡ് ഫോർ സെക്യൂർഡ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് കോർ സിസ്റ്റംസ്. കോർ കമ്പനികൾക്കും സ്വകാര്യത ആവശ്യമുള്ള കമ്പനികൾക്കുമാണ് പ്രൈവറ്റ് ക്ലൗഡിംഗ് ആവശ്യമുള്ളത്. ഇനി ലുക്ക് അറ്റ് ദ ഗിവൺ വിഷ്വൽ ടു ഐഡൻറ്റിഫൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. വിച്ച് വൺ വുഡ് യു പ്രിഫർ? സ്റ്റേറ്റ് ദ റീസൺസ്. എന്താണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? നമുക്ക് പബ്ലിക് ആണ് ആവശ്യം ഉണ്ടാവുക അല്ലേ, നമുക്ക് ഇൻഫർമേഷൻ എപ്പോഴും എടുക്കാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ ഇപ്പോൾ വാട്ട് ഈസ് എ സെർവർ? ഇപ്പോൾ സെർവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബിഗ് കമ്പ്യൂട്ടർ, അതാണ് സെർവർ എന്ന് പറയുന്നത് അല്ലേ. വാട്ട് ഈസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മീൻസ് സ്റ്റോറേജ് ഓഫ് ഇൻഫർമേഷൻസ് ഇൻ സെർവർ, അല്ലെങ്കിൽ വെരി ലാർജ് സെർവർ സെറ്റപ്പിനാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്? ഇതാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതെല്ലാം ജനറലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഇതിന് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ www.guru.9 എന്നുള്ള സൈറ്റിൽ പോകാം, അല്ലെങ്കിൽ zdnet.com പോകാം. ഇതിൽ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് എടുക്കാം. ആ ചാപ്റ്റർ അവിടെ തീർന്നു. ഇനി അതിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സെർവർ ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ് സെർവർ ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് 2. ഇത് ഗൂഗിൾ ഡ്രൈവ് ഈസ് എ ഫയൽ സ്റ്റോറേജ് ആൻഡ് സിങ്ക്രണൈസേഷൻ സർവീസ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഡെവലപ്ഡ് ബൈ ഗൂഗിൾ, ലോഞ്ച്ഡ് ഓൺ April 24, 2012 ഗൂഗിൾ ഡ്രൈവ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗൂഗിൾ ഡ്രൈവിൻ്റെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾ ഓവർ ദ വേൾഡ് ഗൂഗിളിന് ആക്സസ് ഉണ്ടല്ലേ. നമുക്കറിയാം, നമ്മൾ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഇമെയിലൊക്കെ എടുക്കുമ്പോൾ ജിമെയിൽ എടുക്കും, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പ്, ഗൂഗിളാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മാസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഗൂഗിൾ ഡ്രൈവ് അലോസ് യൂസേഴ്സ് ടു സ്റ്റോർ ഫയൽസ് ഓൺ ദെയർ സെർവേഴ്സ്, synchronize files across devices including mobile phones and share files. ഇപ്പോൾ സിങ്ക്രണൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോജിപ്പിക്കുക, ജോയിൻ ചെയ്യിപ്പിക്കുക, ഒരുമിച്ച് കൊണ്ടുപോകുക എന്നൊക്കെ കാര്യമാണ് സിങ്ക്രണൈസ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു സിസ്റ്റത്തിന് ജോയിൻ ചെയ്തതിനാണ് സിങ്ക്രണൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിൾ ഡ്രൈവ് ഈ യൂസേഴ്സിനെ, ഫയൽസിനെയും സെർവേഴ്സിനെയും സിങ്ക്രണൈസ് ചെയ്യാൻ പറ്റും ഓൾ ഓവർ ദി വേൾഡ്. എവിടെ നിന്ന് ഷെയർ ചെയ്യാൻ കഴിയും. ഇൻ അഡീഷൻ ടു എ വെബ്സൈറ്റ്, ഗൂഗിൾ ഡ്രൈവ് ഓഫേഴ്സ് ആപ്സ് വിത്ത് ഓഫ്ലൈൻ capabilities for Windows and Mac OS computers. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും വിൻഡോസിനും ഗൂഗിളിൽ നിന്ന് എടുക്കാൻ കഴിയും. ഇൻ അഡീഷൻ ടു വെബ്സൈറ്റ്, ഗൂഗിൾ ഡ്രൈവ് ഓഫേഴ്സ് ആപ്സ് വിത്ത് ഓഫ്ലൈൻ കേപ്പബിലിറ്റി. ഓഫ്ലൈൻ മീൻസ് ഓൺലൈൻ അല്ലാത്ത രീതിയിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓഫ്ലൈൻ എടുക്കാൻ പറ്റും. ആൻഡ്രോയിഡ് ആൻഡ് iOS സ്മാർട്ട് ഫോൺസ് ആൻഡ് ടാബ്ലറ്റ്സ്, ഐഫോണിനും ആൻഡ്രോയിഡിനും ടാബ്ലറ്റ്സിനും എല്ലാം ഗൂഗിളിൽ നിന്ന് എടുക്കാൻ കഴിയും. ഗൂഗിൾ ഡ്രൈവ് ഇൻക്ലൂഡ്സ് ഗൂഗിൾ ഡോക്സ്, ഗൂഗിൾ ഷീറ്റ്സ് and Google Slides, which are a part of an Office suite that permit collaborative editing of documents, spreadsheets, presentations, drawings, ഫോംസ് ആൻഡ് മോർ. ഇതെല്ലാം തന്നെ സ്പ്രെഡ്ഷീറ്റ്, പ്രസൻറ്റേഷൻ, ഡ്രോയിങ്സ്, ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് ഏത് പാർട്ടിൽ നിന്നും ചെയ്യാൻ കഴിയും. ഫയൽസ് ക്രിയേറ്റഡ് ആൻഡ് എഡിറ്റഡ് ത്രൂ ദ ഓഫീസ് സൂട്ട് ആർ സേവ്ഡ് ഇൻ ഗൂഗിൾ ഡ്രൈവ്. ഗൂഗിൾ ഡ്രൈവിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഗൂഗിൾ ഡ്രൈവ് ഓഫേഴ്സ് users 15 gigabytes of free storage through Google One. 15 GB വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. വിത്ത് യുവർ ഗൂഗിൾ അഡ്രസ് യു ക്യാൻ seamlessly save, store and access your content from Google Docs, Slides, Sheets, Calendar and other services of Google through any device. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരു ടെലിഫോൺ മാറ്റുകയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്മാർട്ട് ഫോൺ മാറ്റുകയാണ്. നമ്മൾ സ്മാർട്ട് ഫോൺ മാറ്റുമ്പോൾ അതിൽ നിന്നുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എല്ലാം കിട്ടില്ല. നമ്മൾ സിമ്മിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളതെല്ലാം നമുക്ക് സിമ്മിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഫോണിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റാസ് എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകും. നമുക്ക് പലപ്പോഴും സംഭവിക്കാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് വാട്സപ്പ് സ്റ്റോറേജ്, നമ്മൾ ക്യാമറയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്, നമ്മൾ വീഡിയോ റെക്കോർഡിങ്സ്,
ഇത്തരം സംഗതികളിൽ നിന്ന് നമുക്ക് പിന്നീട് പുതിയ സ്മാർട്ട് ഫോൺ മാറ്റുമ്പോൾ നമുക്ക് എടുക്കാൻ കഴിയില്ല. അതെങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഗൂഗിൾ അഡ്രസ്സ് ഉണ്ടാക്കിയിട്ട് ഈ ഗൂഗിൾ അഡ്രസ്സിൽ നമുക്ക് ഒരു ഇമെയിൽ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എന്ത് സംഗതികളും 15 GB വരെ ഉള്ള സംഗതികൾ നമുക്ക് ഗിഗാബൈറ്റ് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും. എന്നിട്ട് നമുക്ക് ഫോൺ മാറ്റുന്ന സമയത്ത് ഓൾറെഡി അത് എല്ലാ കാലത്തും അവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് എപ്പം വേണമെങ്കിലും എടുക്കാൻ കഴിയും. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അത് വലിയ കാര്യമാണല്ലേ സ്റ്റോറേജ്. ഇപ്പോൾ നമുക്ക് പിന്നെ സംഗതികളൊക്കെ സൂക്ഷിക്കുന്നത് പോലെ തന്നെ ഓൺലൈനിൽ സൂക്ഷിക്കാം എന്നുള്ളതിനാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. എങ്ങനെയാണ് അത് ഫയൽസ് എങ്ങനെയാണ് എടുക്കുക? ലോഗ് ഇൻ ടു ദ ഇൻ്റർനെറ്റ് ത്രൂ യുവർ കമ്പ്യൂട്ടർ. ട്രൈ ദ ഫോളോയിങ് സ്റ്റെപ്സ് ടു ഓപ്പൺ ഫയൽസ്. ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഗൂഗിൾ ഡ്രൈവ് പോവാം. google.com പോയി കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ് കിട്ടി. ലോഗ് ഇൻ ടു യുവർ ഗൂഗിൾ അക്കൗണ്ട് വിത്ത് യുവർ യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. നമ്മളൊരു യൂസർ നെയിമും പാസ്വേഡ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ഓർത്ത് വെക്കാൻ പ്രയാസം വരും. കാരണം നമുക്ക് പല പാസ്വേഡ് ഉണ്ടാവും, യൂസർ നെയിം ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ എവിടെയെങ്കിലും ഒരു ഡയറിക്കകത്തോ മറ്റോ എഴുതി വെക്കണം. നമ്മൾ ഇന്ന സൈറ്റിൽ നമ്മൾ യൂസർ നെയിം ഇന്നതാണ്, ഇന്ന സൈറ്റിൽ നമ്മുടെ പാസ്വേഡ് ഇന്നതാണ്. കാരണം നമുക്ക് 1 കൊല്ലം കഴിഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞാലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത്, അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞാലൊക്കെ ഇതിൻ്റെ ആവശ്യം വരിക. അപ്പം നമുക്കിത് തപ്പി നടന്നാൽ കിട്ടില്ല. അതുകൊണ്ട് എഴുതി എവിടെയെങ്കിലും നമ്മൾ ബാക്കപ്പ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. ലോഗ് ഇൻ ടു യുവർ ഗൂഗിൾ അക്കൗണ്ട്. ആഡ് ഫയൽസ് ഹിയർ യൂസിങ് ദ ന്യൂ ടാപ്പ്. ഡബിൾ ക്ലിക്ക് എ ഫയൽ ഇഫ് യു ഹാവ് സേവ്ഡ് ഇറ്റ് ഓൾറെഡി. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇഫ് യു ഓപ്പൺ എ ഗൂഗിൾ ഡോക്ക്, ഷീറ്റ്, സ്ലൈഡ്സ്, പ്രസൻറ്റേഷൻ, ഫോം ഓർ ഡ്രോയിങ്, ഇറ്റ് വിൽ ഓപ്പൺ യൂസിങ് ദ ആപ്ലിക്കേഷൻ. നമുക്കത് ഈസി ആയിട്ട് ആക്സസ് ചെയ്തെടുക്കാം. ഇഫ് യു ഓപ്പൺ എ വീഡിയോ, PDF, മൈക്രോസോഫ്റ്റ് PDF എന്ന് വെച്ചാൽ പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റാണ്. ആൻഡ് ഫയൽ, ഓഡിയോ ഫയൽ ഓർ ഫോട്ടോ, ഇറ്റ് വിൽ ഓപ്പൺ ഇൻ ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് നമുക്ക് എപ്പോഴും യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചിട്ട് എടുക്കാൻ കഴിയുമെന്നുള്ള പറഞ്ഞുള്ള ചുരുക്കം. പിന്നെ ഒരു ഫയൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും, ആർക്കെങ്കിലും കൊടുക്കാം. നമ്മുടെ ഫ്രണ്ട്സിനോ ഏതെങ്കിലും കമ്പനികൾക്കോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ലോഗ് ഇൻ ടു ഇൻ്റർനെറ്റ് ത്രൂ യുവർ കമ്പ്യൂട്ടർ. ഇൻ്റർനെറ്റിൽ ലോഗ് ചെയ്തതിന് ശേഷം ലൊക്കേറ്റ് ദ ഫയൽ യു വാണ്ട് ടു ഷെയർ. നമ്മൾ ഷെയർ ചെയ്യേണ്ടത് എവിടെയാണ് നമ്മൾ ആദ്യം കണ്ടത്. പിന്നെ ഷെയർ എ സിംഗിൾ ഫയൽ ഓൺ എ കമ്പ്യൂട്ടർ. ഗോ ടു ഗൂഗിൾ ഡ്രൈവ്, ഡോക്സ്, ഷീറ്റ്സ് ആൻഡ് സ്ലൈഡ്സ്. ക്ലിക്ക് ദ ഫയൽ യു വാണ്ട് ടു ഷെയർ. എന്നിട്ട് ഷെയർ ചെയ്യാം. ഏറ്റവും വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു ഫോൺ നമ്പർ നമ്മൾ വേറൊരാൾക്ക് അയച്ചു കൊടുക്കണം. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ആ ഫോൺ നമ്പർ എടുത്തു, അതിൽ ഷെയർ എന്നുണ്ടാവും. അത് നമുക്ക് എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത്? വാട്സാപ്പിൽ കൂടി ഷെയർ ചെയ്യണോ, ഫേസ്ബുക്കിൽ കൂടി ഷെയർ ചെയ്യണോ, മെസ്സഞ്ചറിൽ ഷെയർ ചെയ്യണമെന്നൊക്കെ അവിടെ കാണിക്കും. അവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഷെയർ ചെയ്യാം. ഏത് പേരിലാണോ നമ്മൾ ഷെയർ ചെയ്ത് വെച്ചിട്ടുള്ളത് ആ പേരിലാണ് നമ്മൾ പോവുക. ഇപ്പോൾ നമ്മളൊരു അടുത്ത സുഹൃത്തിൻ്റെ ഒരു പേര് നമ്മൾ എന്തെങ്കിലും ഒരു ഇരട്ട പേരിലൊക്കെയാണ് അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അതേ ഇരട്ട പേരിൽ തന്നെയായിരിക്കും ആ കിട്ടുന്ന ആൾക്ക് കിട്ടുക. അതുകൊണ്ട് നമ്മൾ ആളുകളുടെ പേരുകളൊക്കെ നമ്മുടെ ഫോണിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ കുറച്ചൊരു മാന്യമായ പേരുകളിൽ വേണം സേവ് ചെയ്യുക. അല്ലെങ്കിൽ ഇരട്ട പേരുകൾ വെച്ചിട്ടൊന്നും സേവ് ചെയ്ത് വെക്കരുത്. പിന്നെ അവർക്കത് പ്രയാസമുണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ ആൾക്കാരുടെ യഥാർത്ഥ പേരെന്താണെന്ന് ആ പേരിൽ മാത്രം നമ്മൾ സേവ് ചെയ്ത് വെക്കണം. തെറ്റായ രീതിയിലൊക്കെ എഴുതി വെച്ച് പിന്നെ ഷെയർ ചെയ്യുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ നമ്മൾ തന്നെ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല എന്തൊക്കെയാണെന്നുള്ളത്. യുവർ ഫ്രണ്ട് ഹാസ് ആസ്ക്ഡ് യു ടു ഷെയർ എ ഫയൽ ഓൺ ഗൂഗിൾ ഡോക്സ് സോ ദാറ്റ് ബോത്ത് ഓഫ് യു ക്യാൻ കൊളാബറേറ്റ് ആൻഡ് വർക്ക്. ക്രിയേറ്റ് എ ഗൂഗിൾ doc and work together, writing for users of Google Drive. Write the step-by-step process here. ഇനി ഇതിൽ നമുക്ക് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ support.google.com പോകാം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ചാപ്റ്റർ മനസ്സിലാക്കിയിട്ടുള്ളത് വാട്ട് ആർ ദ യൂസസ് ഓഫ് ഗൂഗിൾ ഡ്രൈവ്. ഗൂഗിൾ ഡ്രൈവിൻ്റെ മെയിൻ യൂസ് എന്ന് വെച്ചാൽ നമുക്ക് എത്ര ഡാറ്റ വേണമെങ്കിലും നമുക്ക് എത്ര കാലത്തേക്ക് വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയും ഇൻഫർമേഷൻ. വാട്ട് ആർ ദ ഫ്യൂ ഗൂഗിൾ സർവീസസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് വയ ദ ഗൂഗിൾ ഡ്രൈവ്. എന്തൊക്കെയാണ്? ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ് എല്ലാം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നോക്കാനും വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനും കഴിയും. ഹൗ ഡു യു ഷെയർ ഫയൽ ഓൺ ദ ഗൂഗിൾ ഡ്രൈവ് ടു കൊലാബറേറ്റ് ആൻഡ് വർക്ക്. അതിൻ്റെ സ്റ്റെപ്സ് ഇപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ഈ 2 ചാപ്റ്റർ എന്ന് പറയുന്നത് പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സെർവർ ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ് 2 ചാപ്റ്ററിലും പഠിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അടുത്ത ചാപ്റ്റർ 9 അത് റിവിഷനാണ്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.